നമസ്കാരം വളരെ പ്രധാനമുള്ള ഒരു ഭാഗത്താണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് ചെറുതായി വിശദീകരിച്ചാൽ. തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഖുർആൻ വിശ്വാസികളുടെ ഒരു സ്വഭാവമായി എടുത്തു പറഞ്ഞത് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആ സുഹൂറിൻ്റെ അത്താഴം കഴിക്കുന്ന സമയമുണ്ടല്ലോ, സുബഹിയുടെ കുറച്ച് മുമ്പുള്ള ടൈം, അത് എല്ലാ മാസവും വർഷത്തിൻ്റെ 12 മാസവും വിശ്വാസികൾ ശ്രദ്ധിക്കുകയും ആ സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അവരിൽ നിന്ന് നിസ്കരിക്കും, ഉറക്കം ഒഴിവാക്കി പടച്ചറബിൻ്റെ മുന്നിൽ അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് റബ്ബുമായിട്ടുള്ള മുനാജാത്തിന് വേണ്ടി ആസ്വദിച്ച് ചെയ്യുന്ന രീതി സലഫുകളുടെ ഒരു ദഅബ്, അവരുടെ രീതിയും പതിവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അവരുടെ ചരിത്രത്തിൽ. അത് കേവലം റമദാനിലേക്ക് പരിമിതപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ റമദാനിൽ അതിന് കുറച്ചുകൂടി പ്രാധാന്യവും മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ, രാത്രി നിന്ന് നമസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പിനെ പറ്റി പറഞ്ഞ അതേ പദപ്രയോഗമാണ് റമദാനിലെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അത് ശ്രദ്ധിച്ചിരുന്നു. ഒറ്റക്ക് നിസ്കരിച്ച ആളുകളുണ്ട്, അതേപോലെ തന്നെ ജമാഅത്തായി നിസ്കരിച്ച ആളുകളുണ്ട്. പള്ളിയിൽ സ്വാഭാവികമായും ഒരു ജമാഅത്തുണ്ടെങ്കിൽ നമ്മൾ ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ മഹത്വം പറഞ്ഞ ഹദീസുകളുണ്ട്.